നല്ല പെർഫോമൻസ് ഒക്കെയാണ്. നല്ല രസം കണ്ടോണ്ടിരിക്കാൻ. നമ്മുടെ യാത്രയ്ക്കകത്ത് പഴയ യാത്രയില്ല മമ്മൂക്കടെ അങ്ങനത്തെ പാട്ടൊക്കെ വരുമ്പോൾ തന്നാനെന്നുള്ള പാട്ടൊക്കെ വരുമ്പോൾ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. ഒരു ആ പാട്ടിട്ടാണ് ക്ലൈമാക്സ് വരുന്നത്. നല്ല രസമാണ് കേട്ടോ. നല്ല പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫാമിലി ഇഷ്ടപ്പെടും. അടിപൊളി പടം. ഫാമിലി ഇടിച്ച് വരും. നല്ല പടമാണ്. ഒരു രക്ഷയില്ല. അടിപൊളി പടം. കിട്ടില്ല പടം. പുള്ളി അടിപൊളിയാണ്. സെറ്റപ്പാ സുരാജ് കിട്ടില്ല പൊളിച്ചടിക്കുന്നുണ്ട്. നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പാട്ട് വരുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് വരുന്നത്. അതെ അച്ഛനും അമ്മയുടെയും മക്കളുടെ സ്നേഹമില്ലാത്ത അച്ഛനും അമ്മയ്ക്ക് മക്കളുടെ സ്നേഹം മക്കൾക്ക് അച്ഛനും അമ്മ സ്നേഹം ആ ഒരു ബന്ധമാണ് കാണിക്കുന്നത്. അത് കറക്റ്റായിട്ട് കാണിക്കുന്നത്. നമുക്ക് ആ ഫീൽ വരുന്നുണ്ട്. അത് നമുക്ക് കണ്ടിരിക്കുന്ന ഒരു പടം തന്നെ. നല്ലൊരു മസ്റ്റ് വാച്ചാണ്. ഗംഭീര പടം. ഔട്ട്സ്റ്റാൻഡിംഗ് നല്ല പടം. അടിപൊളി. സുരാജേട്ടൻ്റെ വ്യക്തിഗതമായ കഥാപാത്രം. അടിപൊളി പടം. നല്ല നല്ല പടം. കോമഡികളാണ്. സുരാജിന്റെ ഒരു കുറെ നാൾക്ക് ശേഷം കോമഡികളാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സുരാജിന്റെ ഒക്കെ പെട്ടെന്നൊരു സീരിയസിലോട് പെട്ടെന്ന് ചിരിച്ച് പാവങ്ങളൊക്കെ മാറ്റുന്ന ഭയങ്കര സഹായം. കാര്യം നമുക്ക് ബോറില്ലാതെ കുറേ നേരം കൂടി ഇരുന്നിരുന്ന് സുഖമായിട്ട് അതായത് ഒരു ബോർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. നല്ല രസം. അതായത് എല്ലാവരും അമ്മയായാലും അച്ഛനായാലും ഗ്രേസ് ആന്റണിയൊക്കെ ആയാലും ശ്യാമയൊക്കെ നൈസ് പടം. അതിങ്ങനെ കണ്ടോണ്ടിരിക്കാം. കുറെ നാൾക്ക് ശേഷം അത് ചിരിച്ചു. അതിനെ അവസാനം പറയാം. വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഉണ്ട്. ഒരുപാട് ചിരിക്കാനുണ്ട്. എല്ലാം ഒരു മിക്സ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നല്ലതാണ്. വളരെ നല്ല സിനിമയാണ്. കുറേ നാളുകൾക്ക് കൂടിയിരുന്നിട്ടാണ് ഇങ്ങനെ ഒരു മലയാള സിനിമ കാണുന്നത്. ഒരു പ്രത്യേക അനുഭവമാണ്. തുടക്കം മുതൽ അവസാനം വരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാം കൂടി ചേർന്നിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. പുള്ളിയുടെ ഒരു വേറെ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഇതിൽ കാണുന്നത്. എന്തോ മാർക്കോയുടെ വിവരം എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് ഇതുവരെ അറിയില്ല, കണ്ടില്ല. എന്തായാലും ഇത് വളരെ നല്ലൊരു എൻ്റർടൈനറാണ്. പ്രേക്ഷകരോട് എല്ലാവരും പോയി ഇത് കാണുക. സിനിമ എല്ലാവരും കാണുക. എന്തായാലും ആർക്കും ഒരു മോശമായിട്ടൊരു അനുഭവം ഉണ്ടാകത്തില്ല. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയാണ്. എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. മെയിൻലി മറ്റേ സിനിമാറ്റോഗ്രഫി മ്യൂസിക്കൊക്കെ അടിപൊളിയായിട്ട് നിൽക്കണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കൊള്ളായിരുന്നു. ഹ്യൂമറൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ഏതാ അങ്ങനെ ഒന്നുമില്ല. എല്ലാ പടവും അതിൻ്റെതായ രീതിയിൽ വേണം. അത് ഒരു ജേണറിൽ വന്നു, ഇത് വേറെ ജേണറിൽ വന്നു. സോ ഇത് ഫാമിലി ഓഡിയൻസിന് കുറച്ചുകൂടി കണക്ട് ആയിട്ട് കണ്ട് ചിരിച്ച് ആസ്വദിക്കാൻ പറ്റിയൊരു പടമാണെന്ന് തോന്നി. അങ്ങനെ കൊള്ളാം. ഏതാ പ്രതീക്ഷ വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഫുൾ ആൻഡ് ഫുൾ കോമഡി പടം, ഫാമിലി പടം എന്നുള്ള രീതിയില്ല. ഇച്ചിരി വ്യത്യസ്തമായിട്ട് ട്രീറ്റ് ചെയ്താണ്. ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ അവർക്ക് വർക്കാവും. നല്ല പടമാണ്. കോമഡിയാണ്. ചിരിക്കാനുണ്ട്. സുരാജ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും നല്ല പെർഫോമൻസ് ആണ്. ഫാമിലി കോമഡിയാണ്. ചിരിക്കുന്നത് ഒരാൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വേറൊരു മൂടായി. നല്ല പടം. ക്യാരക്ടർ ബിൽഡിങ് ആക്ച്വലി നന്നായി ചെയ്തിട്ടുണ്ട്. മെയിൻലി ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് തൊട്ട് കണ്ടു കഴിഞ്ഞാലാണ് ലൈക്ക് ഒരു ഫ്രം ദ ഫസ്റ്റ് സീൻ കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ആ ക്യാരക്ടറിനോട് എങ്ങനെയാണ് ആളെങ്ങനെ ആയത് എന്നുള്ള രീതിയിലൊരു കണക്ഷൻ കിട്ടത്തുള്ളൂ. സോ മിസ്സാക്കരുത്. സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ കണ്ടാൽ ആ കണക്ഷൻ തോന്നത്തുള്ളൂ. കൊള്ളായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രഫി അടിപൊളിയായിരുന്നു. പിന്നെ ക്യാരക്ടറൈസേഷൻ ആൻഡ് മറ്റേ ക്യാരക്ടേഴ്സ് വരുന്ന രീതിയൊക്കെ അടിപൊളിയായിരുന്നു. ലൈക്ക് ഡാർക്ക് കോമഡി എന്നല്ല, ആളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് സ്റ്റാർട്ടിങ് മുതലേ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മിസ്സാക്കരുത്. ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ ആൾ ക്യാരക്ടർ വരുന്ന രീതി, ആൾ അനുഭവിക്കുന്ന സംഭവങ്ങൾ മൊത്തം കണ്ടു കഴിഞ്ഞാലാണ് ആ ഒരു ക്യാരക്ടറിനോട്, അതായത് സുരാജിൻ്റെ ക്യാരക്ടറിനോട് കുറച്ച് കണക്ഷനെങ്കിലും ഫീൽ ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് പടം ടു ദ എൻഡ് വർക്കാവും. പിന്നെ ചില ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തോന്നുന്നു, അങ്ങനെ ആയെന്ന്. പക്ഷേ അതൊന്നും ആസ് എ മൂവി ഇതിനെ ബാധിക്കുന്നില്ല. ഫുൾ ആൻഡ് ഔട്ട് ഒരു സൈക്കോ കോമഡി പടം എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു പടമാണ് തിയേറ്ററിൽ.